ഈ തമാശകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അത് പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് തമാശകളല്ല. ക്യാമറയും കൂടെ ചാടട്ടെ എന്നൊക്കെ പറയുന്നത് അത് ചെയ്തെടുക്കുമ്പോൾ അതങ്ങ് വ്യക്തമാവുക എന്നുള്ളത്. ശ്രീനിവാസൻ സാറായിട്ട് കുറെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ സുധീഷ് ചേട്ടന്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൈൻഡ് ഓഫ് തമാശ മനസ്സിലാക്കലും അത് പെർഫോം ചെയ്യൽ എളുപ്പമായിരുന്നു. അത് എളുപ്പം വെച്ചാൽ ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആളാണ് ശ്രീനേട്ടന്റെ. അപ്പൊ ആ കൈൻഡ് ഓഫ് തമാശകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ പല ഹ്യൂമർ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അറിയാതെ ശ്രീനേട്ടന്റെ മനസ്സിലേക്ക് വന്നു പോകാറുണ്ട്. ഞാൻ ആ ക്വസ്റ്റൻ ഒന്നുകൂടി റീഫ്രേസ് ചെയ്ത് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചപ്പോ ഉദാഹരണത്തിന് നമ്മുടെ വടക്ക് കേന്ദ്രത്തിൽ ഒരു സീക്വൻസ് ഉണ്ട്, ചായ വേണോ സാർ, വേണ്ടി വന്നേക്കും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഹ്യൂമർ എഴുതാൻ ഒരുപാട് ശ്രീനിവാസൻ സാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പെർഫോം ചെയ്യാന്നുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് സുധീഷ് ചേട്ടൻ എങ്ങനെയായിരുന്നു ആ ഇന്ററാക്ഷൻ എന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ടൈപ്പ് ഓഫ് ഹ്യൂമർ നമ്മൾ ഈ പറഞ്ഞ സിനിമകൾ കണ്ടിട്ട് തന്നെ അറിയാം, മനസ്സിലുണ്ട്. അപ്പൊ നമ്മൾ പല ഹ്യൂമർ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ ചില നടന്മാർക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അതിലൊരാളാണ് ശ്രീനേട്ടൻ. പക്ഷെ നമ്മൾ അതേപോലെ അനുകരിക്കുകയല്ല, പക്ഷെ ആ സാധനങ്ങൾ ചിലപ്പോൾ അറിയാതെ വന്നു പോകും. അങ്ങനെയുള്ള അത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ടുള്ള, അപ്പൊ അത് എഴുതി വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇതായിരിക്കും ഉദ്ദേശിക്കുന്നുള്ള രീതി. സ്ക്രിപ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ശ്രീനേട്ടൻ അത് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ തന്നെ ഏകദേശം നമുക്ക്, പക്ഷെ അതുപോലെ അനുകരിക്കാനല്ല, അപ്പൊ ആ രീതി നമുക്ക് അതാണ് ഉദ്ദേശിക്കുന്നത്, ആ കോമഡി ഉദ്ദേശിക്കുന്നത് അതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് എല്ലാത്തിലുപരി നമ്മൾ നാച്ചുറലായിട്ട് പെർഫോം ചെയ്യാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കഥാപാത്രം എങ്ങനെ, ആ ഡയലോഗ് എങ്ങനെ പറയും, അത് വൃത്തിയായിട്ട് നാച്ചുറലായിട്ട് ചെയ്യുക. അതിൽ ഹ്യൂമർ വന്നോളും. നല്ല റൈറ്റിംഗ് ആണെങ്കിൽ, നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതിൽ ഹ്യൂമർ വന്നോളും. പ്രത്യേകിച്ച് നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ജോപ്പൻ, ധീരനിലെ ജോപ്പന് സംഭവിച്ച അതാണ്. അയാൾ സീരിയസ് അല്ലേ, അയാൾ ഒരു തരത്തിലും കോമഡി പറയുന്നില്ല, പക്ഷെ ആ സിറ്റുവേഷനും ആ ഡയലോഗും അങ്ങനെ കറക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ. അപ്പൊ ഞാൻ ഡബ് ചെയ്യുമ്പോഴൊക്കെ ധീരനിലെ ദേവതത്തിനോട് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ചില സംഭവങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ നമ്മൾ എടുത്ത് പറയണോ, കാരണം അത് പ്ലെയിൻ ആയിട്ട് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത് ഒരു കോമഡി വർക്കൗട്ട് പോകും. നമ്മളത് അഭിനയിച്ചോ അല്ലെങ്കിൽ എടുത്തോ അത് പറയണോ ചോദിച്ച് ഡബിന് ശേഷം വീണ്ടും ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ചെയ്ത് കറക്റ്റാണ്, ആ സാധനം തന്നെ മതി, ആ നാച്ചുറലാണ്, നീ നമ്മളങ്ങനെ ചെയ്യുന്നത് പോലെ തോന്നരുത് ഈ സാധനം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തിയേറ്ററിൽ വർക്കായി പരിപാടിയൊക്കെ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ അതിലൊരു മറ്റേ ഹോസ്പിറ്റൽ സീനില്ലേ, പോലീസിനെ ഞാൻ കൊണ്ടുവരുന്നില്ല, ഇങ്ങനെ 135 പേര് ഇങ്ങനെ കിടപ്പിലായി. അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഇൻഫർമേഷൻ. അത് വേണമെങ്കിൽ നമുക്കൊക്കെ എടുത്ത് പറയുകയൊക്കെ ചെയ്യാം. അതെ, 130 അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതൊക്കെ നമ്മള് അങ്ങനെയുള്ള ചെറിയ സട്ടിലിറ്റി പിടിക്കാം. അത് അങ്ങനെ ചെയ്ത് വളരെ നാച്ചുറൽ ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഈ മദ്യപിച്ചതിന് ശേഷം ഒരാൾ അഭിനയിക്കുമ്പോൾ അത് അഭിനയിച്ചതായിട്ട് തോന്നരുതല്ലോ, അതൊരു ഭയങ്കര വലിയ ടാലന്റാ. ഇവിടെ മദ്യപിച്ചിട്ട് ആള് മാറുന്ന ഒരുപാട് ഏരിയ ഉണ്ട്, അവിടെയൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈവൻ സിനിമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീനിൽ പോലും അയാള് മദ്യപിച്ചതിന്റെ പുറത്താണ് അത് പറയുന്നത്. അല്ല, നോർമലി ഇപ്പൊ ജോപ്പൻ അങ്ങനെ ഒരു സീൻ കാണുകയാണെങ്കിൽ അതിനങ്ങനെ റിയാക്ട് ചെയ്യില്ല എന്ന് പോലും നമുക്ക് മനസ്സിലാവും. വളരെ സട്ടിലായിട്ടാണ് മദ്യപിക്കുന്ന സീനുകളിൽ പോലും ജോപ്പനെ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് സുധീഷ് ശ്രമിച്ചിട്ടുള്ളത്. ഈ മദ്യപിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ അഭിനയിക്കാം, അതിനെ പറ്റിയിട്ട് ഒരു രൂപരേഖ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടായിരുന്നോ? മദ്യപിച്ച് കഴിഞ്ഞിട്ട് പല രീതിയിൽ അഭിനയിക്കാലോ, മദ്യപിക്കുന്നത് പല രീതിയിൽ അഭിനയിക്കാലോ. അതായത് പണ്ടൊക്കെ നമ്മൾ മദ്യപിക്കും, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇതൊക്കെ ചെയ്യലുണ്ട്. ഇപ്പൊ പൊതുവെ അതില്ലല്ലോ. ഇപ്പൊ മദ്യം വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുന്ന പരിപാടി ഉണ്ട്. ചെറുതായിട്ട് ഇവിടെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ അതിന് വലിയ റിയാക്ഷൻ ഇല്ല. അങ്ങനെയുള്ള മദ്യപിക്കുന്നതിനുള്ള മാറ്റങ്ങളുണ്ട് മദ്യപിക്കുന്ന അഭിനയത്തില്. അതുപോലെ മദ്യപിച്ച് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ സ്വഭാവം മാറുന്ന വ്യത്യാസമുണ്ട്. മദ്യപിച്ച് കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടൊന്നും ഇങ്ങനെ ആടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ഷോ കാണിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ ഒബ്സർവർ ഉണ്ടായിരുന്നല്ലോ ജീവിതത്തിൽ, അതായത് ആളുകൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു സുധീഷ് എപ്പോഴും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ മിമിക്രി, ഞാൻ മോണോ ആക്ട് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. മോണോ ആക്ട് നാടകങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മിമിക്രി അങ്ങനെ അധികം ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. മിമിക്രി എന്ന് പറയുകയാണെങ്കിൽ ശബ്ദമല്ല കേട്ടോ ഉദ്ദേശിച്ചത്, എനിക്ക് അവരുടെ ബോഡി ലാംഗ്വേജ്, മാനറിസങ്ങൾ, അതൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോരുത്തരെ ശ്രദ്ധിച്ചിട്ട്, ഇപ്പോൾ സിനിമ നടന്മാരെ മാത്രമല്ല, ഇപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കും. അങ്ങനെയുള്ള കുറച്ച് മുമ്പായിരുന്നു കൂടുതലായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതങ്ങനെ ആലോചിച്ച് ചെയ്യാറുണ്ട് ഞാൻ പലപ്പോഴും. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ മാസ്റ്റർമാരെ അനുഗ്രഹിച്ച് സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്, ലെക്ചർമാര്, പ്രൊഫസർമാരൊക്കെ. അപ്പോൾ ഭയങ്കര കൈയടിക്കിരുന്നു അവിടെ. ഏകദേശം ഒരു 15 വർഷത്തോളം കാലം കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. 2009 വരെയും അനുജൻ ജീവിതം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെ ഏറെക്കുറെ അനുജൻ സ്ഥാനത്തോ അനുജനോ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ വ്യത്യസ്തത എന്ന് പറയുന്നത് വേഷങ്ങളിലെങ്കിലും എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്യാൻ സുധീഷ് ചേട്ടനായിട്ടുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരേ ടൈപ്പ് വേഷങ്ങൾ വരുമ്പോൾ സുധീഷ് ചേട്ടൻ ആ വേഷങ്ങളിൽ തൃപ്തനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളിൽ.
ഏകദേശം ഒരു 10 വർഷമൊക്കെ ഒരേ വേഷം കിട്ടുമ്പോൾ നമുക്ക് ഈ മടുപ്പ് ഫീൽ ചെയ്യുമല്ലോ, അതെവിടെയും പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ല. ശരിക്കും ഉള്ളിൽ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ? പിന്നെ സിനിമ കിട്ടാന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം. എന്ത് വേഷം എന്നുള്ള രണ്ടാമത്തെ കാര്യമല്ലേ. കാരണം നമ്മള് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതമാർഗമായിട്ട് മാറിയല്ലോ അത്. ഞാനിപ്പോൾ ഡിഗ്രി എടുത്തു. അച്ഛൻ പണ്ടേ പറയാറുള്ളത് എന്താ വെച്ചാൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. അത് പണ്ട് എല്ലാവരും മക്കളോട് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഡിഗ്രി എടുക്കണം എങ്ങനെയെങ്കിലും, അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പക്ഷെ അച്ഛൻ അഭിനയിക്കാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, അത് വേറെ കാര്യം. അറിയാലോ അച്ഛൻ നാടകക്കാരൻ ഒക്കെ ആയിരുന്നു. അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു, പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോ എൻ്റെ കൂടെ പഠിച്ച ആ സമയത്തുള്ള ആൾക്കാരൊക്കെ MCA പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു തന്നെ പറയാം. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ക്ലാസ്സില്ലേ, അല്ലെങ്കിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഈ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ റിലീസാവുകയും പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറെ പടങ്ങൾ വന്നു. മറ്റേതൊക്കെ ഓരോ വർഷം ഓരോ സിനിമകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ഉഗ്രം ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെ കുറെ സിനിമകൾ ഇപ്പൊ വന്നപ്പോ അതിൽ ഇങ്ങനെ വലിയ വലിയ ക്യാരക്ടേഴ്സ് അല്ല, ചെറിയ ചെറിയ ക്യാരക്ടേഴ്സും കുറെ വേഷങ്ങളുണ്ട് ഇങ്ങനെ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ സിനിമ അറിയാതെ ഞാനങ്ങനെ സിനിമ നടനായി പോയി. പിന്നെ ജീവിതമാർഗ്ഗമായി. മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിനിമകൾ കിട്ടുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമ്മൾ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നു, ഏറ്റവും ഇഷ്ടമുള്ള തൊഴിൽ, അതിലൊരു സന്തോഷം. അഭിനയം അതിപ്പോ എത്ര പിന്നെ റിപ്പീറ്റേഷൻ ആണെങ്കിലും അഭിനയിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതിൽ നമുക്ക് ഈ പറഞ്ഞ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം പോലെ ഇരിക്കും. അത് ഓരോ ഡയറക്ടേഴ്സ് അതിന് വേണ്ടി മുതിരണം. ഇയാൾ ഇമേജ് ബ്രേക്ക് ചെയ്തൊരു സാധനം കൊടുക്കാം, അല്ല ഇയാളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തരണം. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി മെനക്കെട്ടിട്ട് അതിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കണം. അത് ഞാൻ വളരെ വീക്ക്, അറിയാലോ. ഈ ഫിലിമോഗ്രാഫിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു വേഷമാണ് എന്നിവർ എന്നുള്ളത്. ഒരിക്കലും സുധീഷ് എന്ന നടനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പെർഫോമൻസ്. ഒരുപക്ഷെ കരിയറിൽ തന്നെ ഏറ്റവും കുറവ് ഡയലോഗുകൾ പറഞ്ഞ ഒരു കഥാപാത്രം, വളരെ ചുരുക്കം ഡയലോഗുകൾ മാത്രം പറയുന്ന, അച്ചടി ഭാഷ പോലുള്ള മലയാളം സംസാരിക്കുന്ന, കൃത്യമായിട്ടൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന, ശരീരഭാഷയിൽ പോലെ അത് പ്രകടമായിട്ടുള്ള, ഇനിയും ആളുകൾ കാണാത്ത ഒരു സുധീഷിനെ. കാരണം ആ സിനിമയ്ക്ക് ഒരു വലിയ റിലീസ് കിട്ടിയിട്ടില്ല, ഇപ്പോഴും ആൾക്കാർ കണ്ടിട്ടില്ല. ഈ എന്നിവരിലെ പോലെ ഒരു ക്യാരക്ടർ അത് വന്നപ്പോൾ ഇതിലെനിക്ക് കുറെ ചെയ്യാനുള്ളതാണോ മനസ്സിലാക്കിയത്, അതോ ഇനിയുള്ള സുധീഷ് വേണ്ട, മൊത്തത്തിൽ പുതിയൊരാളെ പ്രതിഷ്ഠിക്കാം, അതായിരുന്നു മനസ്സിലായി? എന്തായിരുന്നു? സിദ്ധാർത്ഥ് ശിവ ഒരു പടത്തിലേക്ക് വിളിക്കുമ്പോ ഞാനവിടെ പോവും. അതിൽ വേറെ ചോദ്യം ഉത്തരവില്ല. പക്ഷെ സിദ്ധാർത്ഥ് ശിവ അതിന് മുമ്പൊക്കെ തന്നെ എനിക്ക് അത്ര വലിയ വേഷം തന്നിട്ടില്ല. അതിലൊന്നും അത്ര വലിയ വലിയ വേഷമല്ല. പക്ഷെ സിദ്ധാർത്ഥ് ശിവന്റെ പടങ്ങൾ ഞാൻ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം പുള്ളിക്കുണ്ട്. അതാണ് ആദ്യത്തെ പടം എന്താണ് 101 ചോദ്യങ്ങൾ. അതിലും എനിക്ക് വേണ്ടി പുള്ളി ദിവസം മാറ്റി വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെ എടുക്കുന്നത് എപ്പോ വേണമെങ്കിൽ എടുക്കാം, അങ്ങനത്തെ ഒരു സിനിമയാണ്. എന്നാലും പറയാ അല്ലാതെ മാറ്റി അങ്ങനെ പല സിനിമകളിലും. പക്ഷെ അപ്പൊ അത് ഞാൻ ഈ പടത്തിൽ ഞാൻ വെച്ചോ എന്തെങ്കിലൊക്കെ ആയിരിക്കും. സിദ്ധാർത്ഥ് ശിവല്ലേ, നമ്മുടെ ഫ്രണ്ടല്ലേ, പോയി അഭിനയിക്കാം. സാമ്പത്തികം ഒന്നും മോഹിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നല്ലൊരു സിനിമ, സിദ്ധാർത്ഥ് ശിവന്റെ സിനിമ നന്നായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്തെങ്കിലും അംഗീകാരങ്ങളോ ഇപ്പൊ എനിക്കല്ല സിനിമയ്ക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയായിരിക്കും. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പുറത്തും എല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അപ്പൊ അതുകൊണ്ട് പങ്കെടുക്കാം. അങ്ങനെയുള്ള സംഭവം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് സിനിമയ്ക്ക് പോയത്, അഭിനയിക്കാനായിട്ട്. അവിടെ എത്തി പറഞ്ഞ പോലെ ഒറ്റ കോസ്റ്റ്യൂമേ പടത്തിലുള്ളൂ. അങ്ങനെ ഒരു സംഭവമാണല്ലോ കഥ. ആ ക്യാരക്ടറിന് ഇത്രത്തോളം ഡെപ്ത് ഉള്ള കാര്യം എനിക്കറിയില്ല സത്യം പറഞ്ഞു. അല്ല അത് നമ്മൾ അഭിനയിപ്പിക്കുകയാണല്ലോ. ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതായത് 1-2 കാര്യങ്ങൾ പറഞ്ഞു. അതായത് പിന്നെ ചില സംഭവിച്ചാൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു കഥാപാത്രത്തെ പറഞ്ഞു തന്നിട്ട് അതിൻ്റെ ഒരു കോസ്റ്റ്യൂം ധരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ അതിലേക്ക് വരുന്ന സ്വഭാവം എനിക്കുണ്ട്. അത് എന്താണെങ്കിലും, പോലീസ് ആണെങ്കിലും, രാഷ്ട്രീയക്കാരനാണെങ്കിലും, ഒരു അച്ഛനാണെങ്കിലും, ദരിദ്രനാണെങ്കിലും ഒക്കെ തന്നെ അതിലേക്ക് അറിയാതെ വന്നു പോകുന്നൊരു പരിപാടി ഉണ്ട്. അതൊക്കെ അത് കൂടാതെ സിദ്ധാർത്ഥ ബോഡി ലാംഗ്വേജ് പിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാളെനിക്ക് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നു. നമ്മൾക്കറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് മനസ്സിലായി. നമുക്കറിയുന്ന രാഷ്ട്രീയ നേതാവിന് ഉദാഹരണമായിട്ട് പുള്ളി പറഞ്ഞു തന്നു. അയാളുടെ ആറ്റിറ്റ്യൂഡ്, അയാൾ അനുകരിക്കാനല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചുള്ള പരിപാടിയാണ് ചെയ്യേണ്ടത്. അതായത് വടക്കൻ കേരളത്തിലുള്ള അവരുടെ ശരീരഭാഷ, ആ ഒരു ശരീരഭാഷ. അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോ തന്നെ നമ്മൾ മനസ്സിലേക്ക് അത് കയറി. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യണം.